തകർത്തിരിക്കുന്നു. 100 കോടി. വിഷു ആണെങ്കിൽ മമ്മൂക്ക തൂക്കി. വിഷു ഈസ്റ്റർ രണ്ടും മമ്മൂക്ക തൂക്കി. ഒരു ചിങ്കാനയും ഒരു മരണമാസം മാത്രം കാര്യമില്ല. മമ്മൂക്കക്ക് ഹൈപ്പ് വേണ്ട, പബ്ലിസിറ്റി വേണ്ട, പ്രചരണം വേണ്ട, പോസ്റ്റർ വേണ്ട, ഒന്നിന്റെ ആവശ്യമില്ല. അമ്മാതിരി സാധനമാണ് ചെയ്ത്. യുദ്ധന്മാര് മാറി എന്ന് തുടങ്ങണം. അങ്ങനെ ഡ്രസ്സിങ് മോഡൽ കണ്ടു കഴിഞ്ഞാൽ ലാസ്റ്റ് ക്ലൈമാക്സ് ഗംഭീരോട് ഇടുക്ക കഴിഞ്ഞാൽ സൂപ്പർ പടം സൂപ്പർ പടം. സെക്കൻഡ് ഹാഫ് കാണേണ്ടോ മമ്മൂക്കാരെ അഴിഞ്ഞാട്ടോ. ക്ലൈമാക്സ് ആണ് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് ലാഗ് ഉണ്ട്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിന്റെ തുടക്കം കുറച്ച് ലാഗ് ഉണ്ട്. പക്ഷേ ക്ലൈമാക്സ് വന്നിട്ട് കിട്ടില്ല. മലയാളത്തിലെ വെറൈറ്റി പടം തന്നെയാണോ? വെറൈറ്റി പടം തന്നെ. നല്ല പടം, സൂപ്പർ പടം. നല്ല പ്രതീക്ഷിക്കാതെ വന്ന നല്ല സൂപ്പർ പടം. അവസാനത്തെ 20 മിനിറ്റ് ഒരു രക്ഷയില്ല. പ്രേക്ഷകർ അക്ഷരാർത്ഥത്തിൽ തെറ്റിച്ചതാണ്. കിട്ടിയില്ലോ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയല്ല, ലോക സിനിമയിൽ ഈ അവസാനത്തെ 20 മിനിറ്റ് അഭിനയിക്കാൻ ഒരു മനുഷ്യനും പറ്റില്ല. അടിപൊളി പടം. കുഴപ്പമില്ല, കുറച്ച് പോർഷൻസ് കൊള്ളാം. ക്ലൈമാക്സ് നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ കൊള്ളാം. 30 മിനിറ്റ് അടിപൊളി. മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടോ അവസാനത്തെ 40 മിനിറ്റ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സംഭവം. ഈ ബസൂക്ക എന്താണ് ആ സംഭവം. അവസാനം 40 മിനിറ്റ് അടിപൊളി, ഒരു രക്ഷയില്ല. അഴിഞ്ഞാട്ടോ, 75 വയസ്സുകാരൻ്റെ അഴിഞ്ഞാട്ടോ. എങ്ങനെയുണ്ടായിരുന്നു? മമ്മൂക്ക എങ്ങനെയുണ്ടായിരുന്നു? ഐ ലവ് യു മമ്മൂക്ക. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിൽ ക്ലൈമാക്സ് ഉണ്ടല്ലോ, ഇതുവരെ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് വന്നിട്ടില്ല. അത്രയ്ക്ക് ഗംഭീരോജ മമ്മൂക്കയുടെ ആ സ്ക്രീൻ പ്രസൻസ്, ആ അഭിനയം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അദ്ദേഹത്തിന്റെ ഭ്രമയുഗം മറ്റുള്ള സിനിമകൾ നമ്മൾ പല അഭിനയങ്ങളും കണ്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസൻസ് നിങ്ങൾ കാണുക. ട്വിസ്റ്റ് ആൻഡ് ടേൺ ആണ്, ഭയങ്കര ത്രില്ലിംഗ് എന്ന് വെച്ചാൽ ഓരി തിരിച്ചിരുന്നു പോയി. അത്രയ്ക്ക് ഗെയിമും. ക്ലൈമാക്സ് സ്റ്റിൽ അതിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ക്ലൈമാക്സിൽ ഒരു രക്ഷയില്ല. ഇങ്ങനെ എന്ത് മനുഷ്യനാണ് നമുക്ക്. ടോട്ടലി പടം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ നല്ല പടം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഏതൊരു പടത്തിന്റെയും ക്ലൈമാക്സ് ആണല്ലോ അതിന്റെ റിസൾട്ട്. ഹൈപ്പ് വേണ്ട, പബ്ലിസിറ്റി വേണ്ട, പ്രചരണം വേണ്ട, പോസ്റ്റർ വേണ്ട, ഒന്നിന്റെ ആവശ്യമില്ല. അമ്മാതിരി സാധനമാണ് ചെയ്തു വെച്ചേക്കണം മക്കളെ. ഒന്ന് ടിക്കറ്റ് എടുത്ത് കയറി നോക്ക്. അമ്മാതിരി സാധനം, ഹെവി സാധനം, സൂപ്പർ സിനിമ. ചുമ്മാ അല്ല മമ്മൂക്ക പ്രസ് മീറ്റ് പോലും ചെയ്യാത്തത്. അത്ര മമ്മൂക്ക ചെയ്തു വെച്ചേക്കാണ്. അത്രയും വലിയ സാധനം എടുത്തിട്ട് മമ്മൂക്ക വിശ്രമിക്കുകയാണ്. മമ്മൂക്ക വിശ്രമിച്ചോ, ഈ സാധനം കേരളത്തില ഇന്ത്യയിലെ ലോകം ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒന്നും പറയാനില്ല. വേറെ ലെവൽ കൊലം മാസ് എന്ന് പറയാം. മമ്മൂക്ക ഓരോ സിനിമ ഓരോന്നായി കൊണ്ട് എടുത്തുകൊണ്ടിരിക്കുക. വേറെ ലെവലിലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. റെക്കോർഡൊക്കെ പൊട്ടും. റെക്കോർഡ് പൊട്ടിയാലെന്തേ ബ്രോ? നമ്മൾ റെക്കോർഡ് നമുക്ക് വേറെ ലെവലിൽ എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുക. നമുക്ക് എപ്പോഴും നെക്സ്റ്റ് ലെവലാണ്. അതാണ് ഗംഭീരം. പ്രശസ്ത തിരക്കഥാകൃത്ത് കല്ലൂർ ഡെന്നീസിന്റെ മകൻ മമ്മൂക്കയെ വെച്ച് ചെയ്ത ആദ്യത്തെ പടം ബസൂക്ക എന്തുകൊണ്ടും തകർത്തു വാരി. പടം ഒന്നും പറയാൻ അടിച്ച് തകർത്തിരിക്കുന്നു. 100 കോടി. വിഷു ആണെങ്കിൽ മമ്മൂക്ക തൂക്കി. ബസൂക്ക ഒരു രക്ഷയില്ല. സൂപ്പർ ഡയറക്ഷൻ. ഡീനോ ഹാറ്റ്സ് ഓഫ്. സൂപ്പറായി ചെയ്തേക്കുന്നത്. അതുപോലെ ജെയ്ക്സ് വിജയുടെ മ്യൂസിക്, അത് പ്രത്യേകം പറയണം. അത് ആ പടത്തിലെ ക്രിട്ടിക്കൽ സാധനമാണ്. അനിരുദ്ധൊക്കെ തമിഴിൽ എന്ത് ചെയ്യുന്നു അത് ഇവിടെ ജെയ്ക്സ് വിജയ് ചെയ്തേക്കാണ്. ഒരു രക്ഷയില്ല. അതുപോലെ മമ്മൂക്കയുടെ സ്വാഗ് സ്റ്റൈൽ, എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. മമ്മൂക്ക കസറയ്ക്ക് അറിയുകയാണ്. ക്ലൈമാക്സ് ഒക്കെ പറഞ്ഞാൽ ഇത് കണ്ട എൻ്റെ അമ്മ ഇങ്ങനെ ഒരു പടം ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. കിടില ഒട്ടും നമ്മൾ തിങ്ക് ചെയ്യുന്ന ക്ലൈമാക്സ് അല്ല, ഔട്ട് ഓഫ് ദ ബോക്സ് സാധനം. കിടില ക്ലൈമാക്സ്. മൊത്തത്തിൽ മമ്മൂക്കയുടെ സ്വാഗ്, കംപ്ലീറ്റ് സ്വാഗ്. എല്ലാം 3.5 വർഷം കൊണ്ടാണ് ഡിനോ ഡെന്നീസ് ഈ പടം തിരക്കഥയെത്തിയത്. അതിന്റെ എല്ലാം ഈ പടത്തിലുണ്ട്. നമുക്ക് എന്റെ പൊന്നുമുഖ മുത്താണ്, ഒന്നും പറയാനില്ല. എങ്ങനെയാണ് അദ്ദേഹത്തെ വിവരിക്കുക ഞങ്ങൾ? അദ്ദേഹത്തിന്റെ അഭിനയത്തെ ഹൈറ്റേഴ്സിന് എണ്ണക്കിലടിച്ചു കൊടുത്തേക്കാണ്. വിഷു ഈസ്റ്റർ രണ്ടും മമ്മൂക്ക തൂക്കി. ഒരു ചിങ്കാനയും ഒരു മരണമാസം മാത്രം കാര്യമില്ല. മമ്മൂക്കക്ക് കുഴപ്പമില്ല, സൂപ്പറായിരുന്നു. കാരണം അത്രയ്ക്കും വലിയ പടമാണ്. കാരണം ഗെയിമിങ്, ഫുള്ള് ഗെയിമിങ്, വയലൻസ്, എല്ലാ കാര്യങ്ങളുണ്ട്. പിന്നെ വേറെ നമ്മൾ കാണാത്ത ഒന്നല്ല ഭായി, നമ്മൾ നേരത്തെ കണ്ടവരാണ്. നമ്മൾ കാണാത്ത കൊച്ചിയല്ലല്ലോ. ഇപ്പോഴും അതായത് മമ്മൂട്ടി നല്ല പ്രായമായിക്കാണ്, പക്ഷേ ഇപ്പോഴും പഴയതുപോലെയാണ്. ഇതൊക്കെ ഒരു അഴിഞ്ഞാണ് ഞാൻ കണ്ടില്ല. അപ്പോൾ എന്തൊരു എൻ്റെ അമ്മ ഓരോ ഡ്രസ്സിങ്ങിലും നമ്മൾ യുദ്ധന്മാർ മാറി എന്ന് തുടങ്ങണം. അങ്ങനെ ഡ്രസ്സിങ് മോഡൽ കണ്ടു കഴിഞ്ഞാൽ ലാസ്റ്റ് ക്ലൈമാക്സ് ഗംഭീരോട് ഇടുക്ക കഴിഞ്ഞാൽ അതാണ് പറയണത്. പയ്യന്മാരായുള്ള ഡയറക്ടർമാരുണ്ട്, അവന്മാർക്ക് അവസരങ്ങൾ കൊടുക്കണം. എന്നാലേ അതാണ് പറയണത്. മമ്മൂക്ക എന്നുള്ള ഒരു പ്രചോദനമാണ്, മലയാളികൾക്ക് ഒരു അഭിമാനമാണ്. ഗംഭീരം, അതിഗംഭീരം. 74 വയസ്സിൽ മമ്മൂക്ക ഇത്രയ്ക്ക് അർമാദിക്കുന്നത് പടം ഒരു രക്ഷയില്ല. ഫാൻസിൻ്റെ പറയാനില്ല, പടം അതിഗംഭീരം. നമ്മളെ നല്ല ആവശ്യത്തോടെയാണ് ലാസ്റ്റ് കൊണ്ട് പൊളിച്ചടി.
ഇതിനകത്ത് മലയാള സിനിമയിൽ ഒരിക്കലും വരില്ല. ആരേതാണ് കേട്ടോ അടി എന്ന് വെച്ചാൽ ഗംഭീരം എന്ന് പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല. അമേസിങ്, അത്ഭുത, അതായത് അത്രയും പുള്ളി എന്ത് പറയണമെന്നറിയില്ല. പുള്ളി ഓരോ സിനിമയിലും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞെട്ടാൻ മാത്രം നമ്മളിരിക്കുന്നു മനസ്സിലായില്ലേ. അവസാനത്തെ അരമണിക്കൂറിന് അങ്ങേരെ അഴിഞ്ഞാട്ടം അത് ലോക സിനിമയിൽ ഏത് നടനെയും കവച്ചു വയ്ക്കുന്ന അത്ഭുതം. അമേസിങ്, ദ റിയൽ വണ്ടർ.